നമ്മളിങ്ങനെ നോക്കുമ്പോ ഹുസൈൻ സലഫിയും ഫൈസൽ മുസ്ലിയാരും ജബ്ബാർ മൗലവിയും സക്കരിയ സലാഹിയും സുഹൈർ ചുങ്കത്തറയും ഒക്കെ ഒറ്റ മരാണെന്ന് വിചാരിക്കണ്ട. ഇബിനു ബത്തൂത്തയാവണ്ടേ നമ്മള്? ഓരോന്നും ഓരോ മരാണ്, ഓരോന്നും ഓരോ ഗുണാണ്. ചക്കയല്ലല്ലോ കുരുമുളക്, ചക്കക്കുരുവല്ലല്ലോ കുരുമുളക്. അത് ഓരോന്നും വ്യത്യസ്തമായതുപോലെ അവിടെ വ്യത്യസ്താണ്. ഇവിടെ ജബ്ബാർ മൗലവി എന്താ പറഞ്ഞത്? മലക്കുകളോട് അതിന് കഴിവ് നൽകപ്പെട്ടത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. എന്നാൽ ഇതിപ്പോ ഈ പ്രശ്നം ഉണ്ടായത് ജബ്ബാർ മൗലവി ഇത് ലേഖനം എഴുതി ആകെ വിവാദമായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോഴാണല്ലോ. അപ്പൊ അവസാനം ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവസാനം ഇറങ്ങിയ വക്കീലാണ് ഫൈസൽ മുസ്ലിയാർ. പ്രതി പറഞ്ഞ് നിങ്ങൾ നേരത്തെ കേട്ടു. എന്താ പറഞ്ഞത്? ജിന്നിനോട് അതിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ്. എന്നാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ഫൈസൽ മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. പിന്നെ റക്കീബും അതീദ് നമ്മൾ പറയുന്ന നമ്മുടെ ഈ സംസാരം അവർ കേൾക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞതിലോ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളിപ്പോ റക്കീബിനെ അതീദിനെയും വിളിച്ചിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, ആ റെക്കോർഡിന് അതൊന്ന് തിരുത്തണം. റക്കീബിനോട് ഞാൻ പറയാണ് അതാണ് ചോദിച്ചത്. അപ്പൊ മരുഭൂമിയിലെത്തിയ റക്കീബിനോട് ഞാൻ സഹായം ചോദിച്ചു എന്ന് കൂട്ടിക്കാം. വരുന്നില്ല, ചെറുക്ക് വരുന്നില്ല. അതാണ് എനിക്ക് അറിയേണ്ടത്. അവരോട് അതായത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ എന്താണ്? ശിർക്കാണ്, ശിർക്കാണ് എന്നാണ്. നമ്മളിപ്പോ റക്കീബിനെ അതീദിനെയും വിളിച്ചിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, ആ റെക്കോർഡിന് അതൊന്ന് തിരുത്തണം. റക്കീബിനോട് ഞാൻ പറയാണ് ഫൈസൽ മുസ്ലിയാർ പറയുന്നു ശിർക്കാണ്. എന്നാ മരുഭൂമിയിലെത്തിയിട്ട് ഇവരോട് ചോദിച്ചാലോ? ജബ്ബാർ മൗലവി പറയുന്നതോ? അപ്പൊ മരുഭൂമിയിലെത്തിയ റക്കീബിനോട് ഞാൻ സഹായം ചോദിച്ചു എന്ന് കൂട്ടിക്കാം. വരുന്നില്ല, ചെറുക്ക് വരുന്നില്ല. അതാണ് എനിക്ക് അറിയേണ്ടത്. അവരോട് അതായത് റക്കീബ് അതീദിനോട് ചോദിച്ചാൽ ചെറുക്ക് വരുന്നില്ല ധൈര്യത്തിൽ പറഞ്ഞൂടെ? പറയാം, പക്ഷെ എന്തില്ല, ചോദ്യത്തിൽ ഒരു തെളിവില്ല. തെളിവില്ല, ചോക്കാവുക? ഇല്ല ഇല്ല, ചുരുക്കാവൂല. പക്ഷെ ഒരു പിന്നെ വേണ്ടത് വിഡിത്തം ചെയ്യാനുണ്ടാവുള്ളൂ. ഒരാള് പറയുന്നത് അതൊരു വിഡിത്തം ചെയ്യലേ ഉണ്ടാവുള്ളൂ, അതെന്താവില്ല, ശിർക്കാവില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നം. ഇത് എ.പി. അബ്ദുൽ ഖാദർ മൗലവിക്ക് സെക്രട്ടറി ആകാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ടി.പി. അബ്ദുൽ അഹമ്മദിനിക്ക് പ്രസിഡന്റ് ആകാൻ ഉണ്ടാക്കിയതല്ല. അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും അധികാര സ്ഥാനത്ത് എത്താൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. എന്നാ പിന്നെ ഞാനിത് ശിർക്കല്ലാന്ന്, ശിർക്കാൻ അല്ലാന്ന് പറയാ. റക്കീബ് അതീദിനെ വിളിച്ചു തേടുന്നത് ശിർക്കല്ലാന്ന് പറയാ. എന്നിട്ട് എ.പി. സെക്രട്ടറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ജബ്ബാർ മൗലവി ഇത് പറഞ്ഞത്? അതിനു വേണ്ടിയാണോ ജബ്ബാർ മൗലവി ഇത് എഴുതി വെച്ചത്? അല്ല, നേരെ മറിച്ച് ഇത് ഈ ആളുകൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു പുതിയ വിശ്വാസമാണ്.